PMC പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് PMCയെ കുറിച്ച് പറയാനുള്ളത്? നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അവരുടെ അജണ്ട നടപ്പിലാക്കുന്ന തരത്തിലേക്ക് എല്ലാ പദ്ധതികളെയും എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു ഭാഗത്ത് എന്താണ് ഫാസിസത്തിന്റെ കടന്നുകയറ്റത്തെ തടയുമെന്ന് 24 മണിക്കൂർ എന്ത് ചെയ്യുന്നു, ജാഥ പൊതുയോഗങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, പ്രസംഗിക്കുന്നു. മറുഭാഗത്ത് എന്ത് ചെയ്യുന്നു, ഇത്തരം പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, ഭരണഘടനയിലെ മൗലിക അവകാശമാണ്. RSSന്റെ അജണ്ടയും അല്ലെങ്കിൽ എന്താണ് സംഘപരിവാർ അജണ്ടകൾ കുത്തി നിറച്ചുള്ള ഒരു വിദ്യാഭ്യാസ നയം എന്ത് ചെയ്തിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. വക്കീലെ നമസ്കാരം. വക്കീലെ, ഇപ്പോൾ ഈ CPI LDF വിടും എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ LDF വിടാനുള്ള യാതൊരു സാധ്യതകളും ഇല്ല. ഇപ്പോൾ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് PMCയെ കുറിച്ച് പറയാനുള്ളത്? അല്ല, PMC പദ്ധതിയിൽ കേരളത്തിലെ ഗവൺമെന്റ് LDF ഗവൺമെന്റ് അധികാരത്തിലെത്തിയ ശേഷം നരേന്ദ്രമോദിയുമായി സഹകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര ആവിഷ്കൃതമായിട്ടുള്ള പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അവരുടെ അജണ്ട നടപ്പിലാക്കുന്ന തരത്തിലേക്ക് എല്ലാ പദ്ധതികളെയും എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റപ്പെട്ടിട്ടുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെ പദ്ധതികൾ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരുന്നുവെങ്കിൽ ഇന്നെന്ത് ചെയ്യുന്നു, അവരുടെ രാഷ്ട്രീയ അജണ്ടകളും അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇതിലേക്ക് വലിച്ചഴിക്കാനും അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലേക്ക് കുത്തി നിറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തന്നെ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, കേന്ദ്ര സർക്കാരുമായിട്ട് ആരോഗ്യ ഇതേ പദ്ധതികൾ ഒപ്പിട്ടിട്ടുണ്ട്. അതിനു മുമ്പ് മൃഗസംരക്ഷണ വകുപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, കേന്ദ്ര പദ്ധതികൾ, അത് CPIയുടെ വകുപ്പ് തന്നെയാണ്. അങ്ങനെ എല്ലാ പലതര വകുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമല്ലോ, എന്താണ് ഒരു നിലപാട്, എന്താണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പറയുക. ഇവിടെ തമിഴ്നാട്ടിൽ എന്ത് ചെയ്തിട്ടില്ല, സ്റ്റാലിൻ ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. എന്നാൽ പല പ്രതിപക്ഷ സംസ്ഥാനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു ഭാഗത്ത് എന്താണ് ഫാസിസത്തിന്റെ കടന്നുകയറ്റത്തെ തടയുമെന്ന് 24 മണിക്കൂർ എന്ത് ചെയ്യുന്നു, ജാഥ പൊതുയോഗങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, പ്രസംഗിക്കുന്നു. മറുഭാഗത്ത് എന്ത് ചെയ്യുന്നു, ഇത്തരം പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെ ഈ വ്യക്തമായിട്ടൊരു നിലപാട് പറയണം. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇവിടെ അമേരിക്കയായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യമായിട്ടോ പാകിസ്ഥാനുമായിട്ടോ ഒന്നും അല്ല എന്ത് ചെയ്യുന്നത്, കരാറിലപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തെ നികുതി പണം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ധനവിനിയോഗത്തിന്റെ വിഹിതം കിട്ടാൻ ഇവിടുത്തെ കുട്ടികൾക്ക് അവകാശമുണ്ട്. കാരണം നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21A പ്രകാരം റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, ഭരണഘടനയിലെ മൗലിക അവകാശമാണ്. അപ്പോൾ ആ മൗലിക അവകാശത്തിനെ കിട്ടുവാൻ വേണ്ടി ഇത്തരത്തിൽ എന്താണ് RSSന്റെ അജണ്ടയും അല്ലെങ്കിൽ എന്താണ് സംഘപരിവാർ അജണ്ടകൾ കുത്തി നിറച്ചുള്ള ഒരു വിദ്യാഭ്യാസ നയം എന്ത് ചെയ്തിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ സർവശിക്ഷ അഭിയാന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലും അല്ലെങ്കിൽ എന്താണ് കുട്ടികൾക്കുമായി വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ അവരുടെ ഉച്ചക്കഞ്ഞിക്കുമൊക്കെ ആയിട്ടുള്ള ഒരു വലിയ തുക എന്ത് ചെയ്യുന്നു, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത്രയും കാലം എന്ത് ചെയ്യുന്നു, CPM ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഇത്തരം ഒരു പദ്ധതിയുമായി എന്ത് ചെയ്യില്ല, ഞങ്ങൾ സഹകരിക്കത്തില്ല, കേന്ദ്ര സർക്കാരിന്റെ എന്താണ് ഈ വിദ്യാഭ്യാസ നയങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല, ഈ വിദ്യാഭ്യാസ നയത്തെ നമ്മൾ എന്ത് ചെയ്യും, ശക്തമായി എതിർക്കും. ഇപ്പൊ ഇവിടെ എന്തായിട്ടുണ്ട്, ഇവിടെ ഘടകകക്ഷികളെ എന്ത് ചെയ്യുന്നു, CPI ഇവിടെ കിടന്ന് പ്രതിഷേധിക്കുന്നു, അവിടെ ഭാഗത്ത് എന്ത് ചെയ്യുന്നു, ഒപ്പുവെച്ചിരിക്കുന്നു, MOയിൽ ഒപ്പുവെച്ചിരിക്കുന്നു. അത് എന്താ CPI കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് മൃഗസംരക്ഷണ വകുപ്പ് എന്ന് പറയുന്നത്. മൃഗസംരക്ഷണ വകുപ്പ് കേന്ദ്ര സർക്കാരുമായിട്ട് സമാന പദ്ധതിയിൽ ഒപ്പിട്ടിട്ടുണ്ട്. ചിഞ്ചുറാണി, അതായത് CPIയുടെ നേതാവായിട്ടുള്ള ചിഞ്ചുറാണി ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മുടെ ആശുപത്രികളുടെയൊക്കെ പേര് മാറ്റി തുടങ്ങിയല്ലോ. അപ്പോൾ ഇതൊരു കേന്ദ്ര ആവിഷ്കൃതമായ പദ്ധതികളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിപ്പോ സംസ്ഥാനങ്ങൾക്ക്, അതായത് സംസ്ഥാന ഭരണകൂടം ജനാധിപത്യത്തിലൂടെ ഇപ്പം കേന്ദ്രം ആര് ഭരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നാളെ BJP ഭരിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി ഭരിക്കുന്നു എന്നതിന്റെ പേരിൽ ഈ രാജ്യത്തെ ജനങ്ങൾ ഇനി അവരുമായിട്ട് അങ്ങനെ ഒരു അഭിപ്രായത്തോട് നമുക്ക് യോജിക്കാൻ കഴിയത്തില്ല. അപ്പൊ നാടിന്റെ വികസനം എത്തേണ്ടത് എല്ലാ സ്ഥലങ്ങളിലും എത്തേണ്ടതാണ്. പിന്നെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് എന്ന് പറയുന്നത് ഈ പറയുന്ന, അതായത് ഇവിടുന്ന് BJPയുടെ ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഫണ്ടിൽ നിന്നോ അല്ല ഈ പണം കൊടുക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ അവകാശപ്പെട്ട പണമാണ്, നമ്മുടെ നികുതി പണമാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ വികസനം, നമ്മുടെ പ്രതിശീർഷ വരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ള എമൗണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ തടഞ്ഞു വെക്കപ്പെടുന്നത്. അപ്പൊ ആ എമൗണ്ട് കൊണ്ട് ഇവിടെ നടപ്പിലാക്കും. ഇപ്പൊ എന്താണ് പറയുന്നത്, ഇപ്പൊ DYFI അല്ലെങ്കിൽ CPMന്റെ പലരും പറയുന്നത് എന്താണ്, കരാർ ഞങ്ങൾ ഒപ്പിടും, പക്ഷെ എന്ത് ചെയ്യത്തില്ല, നയങ്ങൾ നടപ്പിലാക്കാൻ എന്ത് ചെയ്യില്ല, സമ്മതിക്കത്തില്ല. അത് എന്തൊരു പൊള്ളയായ വാദമാണ്. കാര്യം എന്താണ്, അതായത് കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയങ്ങൾ പൂർണ്ണമായിട്ടും അതേ പടിയിൽ എന്താണ് നടപ്പിലാക്കിക്കൊള്ളാമെന്ന അപ്പോളജിയാണ് എന്ത് ചെയ്യുന്നത്, ഒപ്പിടുന്നത്. ഇവിടെ ഒന്നുകിൽ എന്ത് ചെയ്യണം, ഒരു നിലപാട് എന്ത് ചെയ്യണം. പക്ഷെ ഇന്നത്തെ കർണാടക സർക്കാരൊക്കെ ഈ കരാറിൽ ഒപ്പിടുന്നതിന് മുമ്പായിട്ട്, അഡോപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ, ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് സൈൻ ചെയ്തിട്ടുള്ളത്. അത് ഇപ്പൊ കർണാടകയാണെങ്കിലും ആന്ധ്രാപ്രദേശ് ആണെങ്കിലും അങ്ങനെ ഒരു വ്യവസ്ഥകൾ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ഈ ഒരു എഗ്രിമെന്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അല്ല, ഇവിടെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനമല്ലല്ലോ, ഇവിടെ ഉദ്യോഗസ്ഥർ ഒപ്പിട്ട് കഴിഞ്ഞല്ലോ. ഇവിടെ CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി സഖാവ് മാധ്യമങ്ങളുടെ മുമ്പിലാണ് പറഞ്ഞത് LDF ചർച്ച ചെയ്ത് എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുമെന്ന്. പിന്നെ ഒരു LDF യോഗവും കൂടിയിട്ടില്ലല്ലോ. ഇവിടെ CPI ആയിട്ട് പിന്നീട് പറഞ്ഞു ഉഭയകക്ഷി ചർച്ച നടത്തുമെന്ന്. എവിടെ ഉഭയകക്ഷി ചർച്ച നടത്തി?
ഇന്നലെ എന്ത് ചെയ്തു, ഇവിടെ CPI മന്ത്രിമാർ വിയോജനക്കുറിപ്പ് എഴുതി. ഇവിടെ അത് പതിവായിട്ട് നമ്മൾ അറിയാലോ, നമ്മുടെ കേരളത്തിൽ ഇതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ CPM എന്താണ് ഒരു തേങ്ങ എറിയുമ്പോൾ ഒരു ചിരട്ടെങ്കിലും CPI എറിയാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, നടക്കുന്നതല്ലാതെ ഇതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പോകുന്നില്ല. CPI മുന്നണി വിടാനും പോകുന്നില്ല. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു തീരുമാനമാകും വരെ എന്ത് തീരുമാനമാണ് ഇവർ ആഗ്രഹിക്കുന്നത്? ഒപ്പിട്ട ഒരു കരാറിൽ നിന്നെങ്കിലും പിന്മാറാൻ വേണ്ടി സാധിക്കത്തില്ലല്ലോ. ഇങ്ങനെയുള്ള നിലപാടുണ്ടെങ്കിൽ CPI എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? ഇറങ്ങി വരണം. അല്ല, ഇറങ്ങിപ്പോരേണ്ട നേതാക്കന്മാർ മാത്രമല്ല അവരുടെ പാർട്ടിക്കകത്തുള്ളൂ. അല്ല, അങ്ങനെയല്ല. അവർ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മളപ്പോൾ CPM ചോദിക്കുന്നത് എന്തുകൊണ്ട് എന്ത് ചെയ്തില്ല, ചിഞ്ചു റാണി ഒപ്പിട്ടപ്പോൾ എവിടെ പോയി? അല്ലെങ്കിൽ CPI ഭരിക്കുന്ന പല വകുപ്പുകളും എന്ത് ചെയ്യുന്നു? കേന്ദ്ര ഭക്ഷ്യ വകുപ്പ് എന്ത് ചെയ്യുന്നു? കേന്ദ്ര സർക്കാരുമായിട്ട് വിവിധ പദ്ധതികൾ സഹകരിക്കുന്നു. റവന്യൂ വകുപ്പ് സഹകരിക്കുന്നു. കൃഷി വകുപ്പ് നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നു? കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്നു. അതെന്ന് പറയുന്നത് അതൊരു നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഘടനയുടെ ഭാഗമാണല്ലോ. കേന്ദ്രവും സംസ്ഥാനവും അല്ലെങ്കിൽ തമ്മിലുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത് അതൊരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ആ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയോ എന്നല്ല. ഒരു ജനാധിപത്യത്തിലൂടെ അധികാരത്തിലെത്തിയ അത് ഏത് പാർട്ടിയാണെങ്കിലും ഭരിച്ചാൽ ആ ഫെഡറൽ സംവിധാനത്തിലെ ഗവൺമെന്റിനെ മാനിക്കുവാനും അല്ലെങ്കിൽ ആ അംഗീകരിക്കുവാൻ നമ്മളെല്ലാവരും എന്താണ് ബാധ്യസ്ഥരാണ്. അല്ല, ഈ CPI മുമ്പോട്ട് വയ്ക്കുന്ന കാര്യത്തിൽ ഈ ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള സിലബസുകളും കാര്യങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത് സംസ്ഥാനങ്ങളുടെ അവകാശ പരിധിയിൽപ്പെട്ടിട്ടുള്ളതാണ്, അധികാര പരിധിയിൽപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത് കാലക്രമേണ ഇത് കേന്ദ്ര സർക്കാർ അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ കൺകറന്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇടപെടാൻ കഴിയുന്ന രീതിയിലാണ് വിദ്യാഭ്യാസ വകുപ്പിനെ എന്ത് ചെയ്യുന്നത്. അതായത് നമുക്ക് 3 ലിസ്റ്റുകളാണുള്ളത്. സെൻട്രൽ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. അതിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റ് തന്നെയാണ്. കാര്യം നമ്മുടെ രാജ്യത്തിന്റെ മൗലിക അവകാശത്തിന്റെ ഭാഗമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ മൗലിക അവകാശത്തെ നിഷേധിക്കുവാൻ, അല്ലെങ്കിൽ ഇവിടെ സ്കൂളുകളിൽ എന്താണ് ഉച്ചക്കഞ്ഞി ഇന്ന് വിതരണം ചെയ്യുന്ന ആരാണ്? ഇവിടെ അധ്യാപകർ പണപ്പിരിവിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉച്ചക്കഞ്ഞി കൊടുക്കുന്നത്. അല്ലെങ്കിൽ PTA എന്ത് ചെയ്യുന്നത്, പണപ്പിരിവ് നടത്തിയാണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത്. ഇവിടെ സ്കൂളുകളിൽ ബസ്സുകളിൽ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? കാര്യം അധ്യാപകർക്ക്, അതായത് നമ്മൾ എത്രയോ അധ്യാപകരുടെ നേരിട്ടറിയാം. അവരാണെങ്കിൽ സ്ഥിരമാവാത്ത അധ്യാപകർ എന്ത് ചെയ്യുന്നത്, വീടുകൾ വീടാന്തരം കയറി എന്ത് ചെയ്യുന്നു, അവരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം കൊടുത്താണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതൊക്കെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അവകാശമാണ്. അവനെ പഠിക്കുവാനുള്ള, അതായത് 5 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പഠിക്കുവാനുള്ള അവകാശം നമ്മുടെ മൗലിക അവകാശമാണ്. അപ്പോൾ ആ അവകാശത്തിന് വേണ്ടിയുള്ള പണം മേടിക്കരുതെന്നുള്ളൊരു ധാരണയിൽ എന്തായാലും കഴിയില്ല. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള 10+2+3+2 എന്നുള്ള ഒരു റേഷ്യോ ഉണ്ടല്ലോ. ആ റേഷ്യോ മാറിയിട്ട് 9+3+3+4 എന്നുള്ള രീതിയിലേക്കാണ് മാറാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അതൊക്കെ ഉണ്ടാക്കുന്ന വലിയ അപകടങ്ങളല്ലേ? അത് കരിക്കുലം. അതായത് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ നയങ്ങൾ മാറുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു കാലത്ത് ദേശീയത എന്ന് പറയുന്നത് ഇപ്പോൾ സ്വാതന്ത്ര്യ സമരമാണെങ്കിലും അല്ലെങ്കിൽ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളായാലും ഇവിടെ ഒന്നും തന്നെ ദേശീയതയുടെ ഒരറ്റത്തും എന്ത് ചെയ്യാൻ കഴിയില്ല. സംഘപരിവാറിനെയോ അല്ലെങ്കിൽ RSSനെയോ അല്ലെങ്കിൽ BJP ഒന്നും കാണാൻ കഴിയില്ല. പക്ഷേ ഇന്നത്തെ അവരുടെ ചരിത്ര ഗവേഷകരും അല്ലെങ്കിൽ എന്താണ് അവർ വർഷങ്ങളായിട്ട്, അതായത് ഇന്ത്യയിലെ തന്നെ വിദ്യാഭാരതി പോലെയുള്ള ഭാരതീയ വിദ്യാനികേതൻ പോലെയുള്ള വലിയ രീതിയിൽ, അതായത് ഏറ്റവും കൂടുതൽ BJP അധികാരത്തിലെത്തുന്ന സംസ്ഥാനങ്ങളിലായാലും അല്ലെങ്കിൽ BJP നേരത്തെ അധികാരത്തിലെത്തിയ സമയത്തായാലും എപ്പോഴും അവർ വിദ്യാഭ്യാസ നയത്തിൽ, അതായത് നാളെയുടെ പൗരന്മാരെ രൂപീകരിക്കുന്ന അല്ലെങ്കിൽ നാളെയുടെ പൗരന്മാരെ വളർത്തിയെടുക്കുന്ന വിദ്യാഭ്യാസത്തിൽ എങ്ങനെ നുഴഞ്ഞു കയറാം, എങ്ങനെ അവരുടെ ചരിത്രത്തെ കടത്താം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പുതിയ വിദ്യാഭ്യാസ നയത്തിൽ സംഘപരിവാറിൻ്റെയും അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ടകളെ എങ്ങനെ ഉൾപ്പെടുത്താമെന്നുള്ള മതേതരത്വം എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ ഉയർത്തിപ്പിടിച്ച ആ മൂല്യങ്ങളെ എങ്ങനെ തകർക്കാമെന്നുള്ള ഒരു വലിയ ഗവേഷണവും അല്ലെങ്കിൽ വലിയ ആസൂത്രണവും മുൻപേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇക്കാർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഗാന്ധിജിക്ക് സമാനമായി സവർക്കറെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള ദേശീയ പ്രക്ഷോഭങ്ങളെ എന്ത് ചെയ്യുന്നു, സ്വാതന്ത്ര്യ സമര സേനാനികളെ വേർതിരിച്ച് കാണുന്നു, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യുന്നു. അങ്ങനെയുള്ള സംഘപരിവാറിന്റെ അജണ്ടകളെ ഒളിച്ചു കടത്തുവാനുള്ള ഒരു രീതിയായി ഇന്ന് ദേശീയ വിദ്യാഭ്യാസ നയം എന്ത് ചെയ്തിരിക്കുന്നു, മാറിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമാകുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്തേ മതിയാകത്തുള്ളൂ, അതേ സിലബസ് നമ്മൾ പഠിപ്പിച്ചേ മതിയാകത്തുള്ളൂ. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ചില അധികാരങ്ങളൊക്കെ ഈ സിലബസിന്റെ കാര്യത്തിൽ എടുക്കാൻ സാധിക്കത്തില്ല. കാരണം ഇപ്പോൾ 166 ബ്ലോക്കുകളിലായിട്ട് 322 സ്കൂളുകളിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് ഈ സ്കൂളിന്റെ ചുറ്റുവട്ടത്തുള്ള സ്കൂളുകളെ കൂടി ഈ മാതൃകാ സ്കൂള് കൺസിഡർ ചെയ്യണം എന്ന് പറയുന്നത്. കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളുകളിലെ പാഠ്യപദ്ധതി കൂടി ഈ മാതൃകാ സ്കൂള് ഏറ്റെടുക്കേണ്ട അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ ചെയ്യേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന സിലബസുകൾ കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരും എന്നുള്ളതാണ് CPI ഉന്നയിക്കുന്ന വാദം. CPIയുടെ ന്യായം ഞാൻ മനസ്സിലാവില്ല. CPIയുടെ ആർജവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ CPI ഈ വിഷയത്തിൽ നിലപാട് ആത്മാർത്ഥതയാണെങ്കിൽ ഇന്ന് CPIയുടെ മന്ത്രിമാർ അതേ സർക്കാരിൽ തുടരുകയാണ്, ഇറങ്ങി വരണം. ഇതേത് CPIയുടെ മന്ത്രിമാർ ഇപ്പോഴും മന്ത്രിസഭയിൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്തിട്ടുണ്ട്.
CPI മന്ത്രിമാർ രാജിവെക്കണം, മന്ത്രി CPI നിലപാട് വ്യക്തമാക്കണം, അല്ലെങ്കിൽ CPI എന്ത് ചെയ്യണം, പ്രക്ഷോഭം ആരംഭിക്കണം. അതല്ലാതെ ഏതെങ്കിലും ഒരു ചില്ലിട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ, അവരെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അവരാരും എന്ത് ചെയ്യുന്നില്ല, മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതാണ് സത്യം. ഈ സമാനമായിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികളായിട്ടുള്ള മൃഗസംരക്ഷണ വകുപ്പിലും ഞാൻ കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പ്രസ് കോൺഫറൻസ് നമ്മൾ കണ്ടത്. എന്ത് CPI എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇറങ്ങി പോകുന്നത്. അപ്പൊ ഇത്തരം അവരെ അതേ കാണുന്നുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇത് എവിടെ വരെ പോകുന്നല്ലേ നമ്മൾ പറയുന്നത്, ചെമ്മീൻ ചാടിയാൽ ചട്ടിയോളോ അല്ലെങ്കിൽ ചാടിയ മുട്ടോളോ എന്ന് പറഞ്ഞാൽ ചായക്കോപ്പയിലെ വിപ്ലവമായിട്ട് അവസാനിക്കുന്നത്. അതിനപ്പുറത്തേക്കും പോകില്ല എന്ന് ഇപ്പോൾ തന്നെ പറയുന്ന മന്ത്രിമാരെ പിൻവലിക്കുന്നില്ലെന്ന്. ഇതിന് തീരുമാനമാകുന്ന വരെ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കും, എന്നാൽ മന്ത്രിമാരായിട്ട് തുടരും. അതുകൊണ്ട് ആരെയാണ് ഇവിടെ കൊഞ്ഞണം കുത്തുന്നത്? ഇവിടെ CPIക്ക് ആർജം ഉണ്ടെങ്കിൽ CPI എന്ത് ചെയ്യണം, മന്ത്രിമാർ രാജിവെച്ച് മുന്നണി വിടണം. അവർ തയ്യാറല്ല. കാരണം അധികാരം എന്നുള്ള പങ്കുവെക്കുന്ന ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നില്ല, കമ്മ്യൂണിസം എന്ന് പറയുന്നതൊക്കെ തന്നെ പണ്ടേ തന്നെ പോയിട്ടുണ്ട്. മറിച്ചാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ നയങ്ങളെ എതിർക്കുന്നെങ്കിൽ ചിഞ്ചുറാണി നടപ്പിലാക്കിയ, അല്ലെങ്കിൽ എന്താണ് CPI മന്ത്രിമാരുടെ ഒപ്പിട്ട എല്ലാ കരാറുകളും റദ്ദാക്കട്ടെ. പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത്തരത്തിലൊരു പദ്ധതി കൊണ്ട്, അതായത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയോജനം ലഭിക്കുന്നെങ്കിൽ ആ പ്രയോജനം അവർ ലഭിക്കട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ അവകാശമല്ലേ. അത് നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമില്ല. ഒരു ഫെഡറൽ രാജ്യത്ത്, ഒരു ഫെഡറൽ സംവിധാനത്തിൽ രാജ്യത്തിന്റെ കേന്ദ്ര ഫണ്ട് കേന്ദ്രം ഭരിക്കുന്നത് ഇന്ന പാർട്ടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയേണ്ട ആവശ്യകത എന്തില്ല. ഒരാളും ഉണ്ടാവണമെന്ന് തോന്നുന്നില്ല. അവർ സ്വാഭാവികമായിട്ടും എന്താണ്, നമ്മുടെ നാട്ടിലെ ആളുകൾ ഭയക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, റൈറ്റ് സഹോദരന്മാരല്ല വിമാനം കണ്ടുപിടിച്ചത് ഇന്ത്യയിലാണ്, അത് പുഷ്പക വിമാനമാണ് എന്നൊക്കെ, അതാണ് ചാണകമാണ്, ഇതൊക്കെ വരുമെന്നുള്ളതാണ്. അപ്പൊ അതിനെ പ്രതിരോധിക്കുവാനും അല്ലെങ്കിൽ അതിനെ ഇതാണ് ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇനിയിപ്പോ CPM ഇപ്പൊ SFI അല്ല DYFI എന്ത് നിലപാട് അവർക്കുള്ളത് ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ CPM നിലപാട് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ലല്ലോ. ഒന്നുകിൽ എന്ത് ചെയ്യണം, ഒരു കാര്യത്തിൽ നമ്മൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്, ഇവിടെ ഇരയോടൊപ്പം ഓടുകയും ചെയ്യുക, വേട്ടക്കാരനോടൊപ്പം നിന്ന് എന്ത് ചെയ്യുകയാണ്, മനസ്സിലായി. ഒന്നുകിൽ CPM നിലപാട് വ്യക്തമാക്കണം. ഞങ്ങൾ എന്ത് ചെയ്യും, തമിഴ്നാടിന്റെ സ്റ്റാലിന്റെ മാതൃകയിൽ, മമതാ ബാനർജിയുടെ മാതൃകയിൽ ഫാസിസത്തിനെ എന്ത് ചെയ്യില്ല, കേരളത്തിന്റെ അതിർത്തിയിലേക്ക് എന്ത് ചെയ്യില്ല, കയറ്റത്തില്ല, ഒളിച്ചു കടത്താൻ അനുവദിക്കത്തില്ല എന്ന നിലപാടെടുക്കണം. മറുഭാഗത്ത് എന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ഒരു നിലപാട്, CPI നിലപാടൊക്കെ ഇത്രേ ഉള്ളൂ.